ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ABC, ട്രയാങ്കിൾ ABC. ഇതിൽ BC is equal to 10 centimeter, angle B is equal to 70 degree, angle C is equal to 30 degree. അതുപോലെ വേറെ ട്രയാങ്കിൾ PQR. ഈ ട്രയാങ്കിളിൽ QR is equal to 10 centimeter, angle Q 30 degree, angle R 70 degree. ഇതിൻ്റെ ആംഗിൾ ബിയും ആംഗിൾ ആറും 70 ആണ്, ഈക്വൽ ആണ്. ആംഗിൾ സിയും ആംഗിൾ ക്യൂവും 30 ആണ്. അതുപോലെ ബി സി ഇസ് ഈക്വൽ ടു QR ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പോൾ ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ. അതായത് ഒരു സൈഡ് ബി സി എന്ന് പറയുന്ന സൈഡിന്റെ രണ്ടറ്റത്തുമുള്ള ആംഗിൾസും QR എന്ന് പറയുന്ന സൈഡിന്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും ഈക്വൽ ആണ്. അതുപോലെ ബി സിയും QR-ഉം ഈക്വൽ ആണ്. നമുക്ക് ട്രയാങ്കിൾ ഒന്നുകൂടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ മൂന്നാമത്തെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. മൂന്നാമത്തെ ആംഗിൾ ഇത് 80 ആണ്, കാരണം മൊത്തം 180 വരണം. ഈ പി എന്ന് പറയുന്ന ആംഗിളും 80 ആണ്, രണ്ടും 80 വീതമാണ്. അപ്പോൾ നമുക്ക് തേർഡ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും ഈക്വലും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനോടും രണ്ടറ്റത്തുള്ള ആംഗിളിനോടും ഈക്വൽ ആയാൽ അതിന്റെ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആണ്. ഇനി നമുക്ക് ആ ട്രയാങ്കിൾ പിക്ക് പറഞ്ഞ ട്രയാങ്കിൾ വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു വെച്ചാൽ കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മറ്റു സൈഡും AB-യും PR-ഉം ഈക്വൽ ആണ്, കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കുന്നു. അതുപോലെ AC-യും PQ-വും കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ദ അതർ ടു സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ മറ്റ് രണ്ട് സൈഡുകളും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ if in two triangles the length of one side and two angles at its ends are the same, then their third angles and the length of other two sides are also the same. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുമുള്ള ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു വശത്തോടും അതിന്റെ രണ്ടറ്റത്തുമുള്ള ആംഗിൾസിനോടും ഈക്വൽ ആയാൽ അതിന്റെ മൂന്നാമത്തെ ആംഗിളും മറ്റ് രണ്ട് സൈഡുകളും പരസ്പരം ഈക്വൽ ആയിരിക്കും. അതാണ് പറയുന്നത്.